നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വേദ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. രാധ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും താൻ വിക്രത്തോട് ദേഷ്യപ്പെട്ട് കുറ്റിച്ചൂലെടുത്ത് രാധയെ ഓടിച്ചതും, പിന്നീട് വിക്രത്തോട് ദേഷ്യപ്പെട്ടൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ വീട്ടിൽ വിളിച്ചു കയറ്റിയുണ്ടല്ലോ, നിനക്ക് എന്താ വേദേ? അതിന് നീ എന്റെ ഭാര്യ ഒന്നും അല്ലല്ലോ. നമ്മൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനും പോകുന്നില്ല. പിന്നെ അവളിവിടെ കയറി ഇറങ്ങിയാൽ എന്താ കുഴപ്പം? അതെ, ഞാൻ ഈ വീട്ടിലുള്ള സമയത്ത് അവളെ വിളിച്ചു കയറ്റേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഓടിക്കും, ഞാൻ നിങ്ങളെ ഓടിക്കും എന്ന് പറഞ്ഞു. നിങ്ങളെ വെറുതെ വിടത്തില്ല. അല്ല, നിനക്കിത് എന്താന്ന് ചോദിച്ചു. അതെ, ഞാൻ ദ്രോഹിക്കുമെന്ന് പറഞ്ഞാൽ ദ്രോഹിക്കും, എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദ ചൂല് വെച്ച് വിക്രത്തെ ഓടിക്കുവാണ്. വിക്രം ഓടി അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം. വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി, സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ നേരെ വാസവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോഴേക്കും വാസവന്റെ ഭാര്യ രേണു വന്ന് കഥ തുറക്കുന്നേ. രേണു വന്നിട്ട് ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അല്ല വാസവ സാറല്ലേ ചോദിച്ചു. ഉണ്ട്, എഴുന്നേറ്റില്ല, ഞാൻ വിളിക്കാന്ന് പറയണം. അതെ, അകത്തേക്ക് കയറി ഇരുന്നോളാൻ പറയാ. സാരമില്ല, ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ വാസവനെ പോയി വിളിച്ചു. വാസവൻ എഴുന്നേറ്റ് വന്നു. ആ, നിങ്ങളായിരുന്നോ? അല്ല വാസവൻ സാറേ, ഇതുവരെയായിട്ടും എഴുന്നേറ്റില്ലേ? സമയം 10 മണി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, നമ്മൾ പാതിരാത്രി ഏതെങ്കിലും സമയത്തല്ലേ വന്ന് കിടന്ന് ഉറങ്ങണേ, അതുകൊണ്ട് നമുക്ക് നേരം വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഉച്ചയാകുമെന്ന് പറഞ്ഞു. അല്ല, എന്താ ഇപ്പൊ വന്ന നിങ്ങള്? അതെ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് പുറത്തേക്ക് വാ എന്ന് പറയണേ. എന്താ? അതെ, കുറച്ച് കാര്യങ്ങളൊക്കെ തരാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, വാസവനെ വിളിച്ചോണ്ട് അങ്ങ് ഇച്ചിരി മുറ്റത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് വരുൺ ഈ കാഴ്ച കാണുന്നത്. വരുൺ ഇങ്ങനെ നോക്കി. പിന്നീട് രേണുവിനോട് പറഞ്ഞു അമ്മേ, അതാരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ഇല്ല. ആരാ മോനെ? അതുണ്ടല്ലോ, ദീപ്തി ഉണ്ടല്ലോ, ദീപ്തിയുടെ ഏട്ടനാ ശ്രീകാന്ത് എന്ന് പറയണേ. ശ്രീകാന്തോ? അതെ. അല്ല, എന്തിനാ അവർ വന്നേന്നോ മറ്റോ അമ്മയോട് പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. പിന്നീട് അച്ഛനെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു പന്തിയായിട്ട് തോന്നില്ലോ അമ്മേ. എൻ്റെ മോനെ, അത് നിനക്ക് വെറുതെ തോന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയല്ലമ്മേ, ദീപ്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീപ്തിയുടെ ചേട്ടനെ സൂക്ഷിക്കണം, വിശ്വസിക്കാൻ കൊള്ളാത്തവനാന്ന്. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല, കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല. ചിലപ്പം നിന്റെ കല്യാണകാലത്തെക്കുറിച്ചാണ് സംസാരിക്കണം എന്നറിയത്തില്ലോ. അത് ചിലപ്പോൾ ശരിയായിരിക്കും അമ്മേ. അച്ഛനിനി വാക്കു മാറില്ലല്ലോ അല്ലേ? വാക്കൊന്നും മാറാൻ പോകുന്നില്ല. അച്ഛൻ നിനക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമല്ലേ? അത് കേട്ടപ്പോൾ വരുണിന് ഒരു സന്തോഷമായി. വരുൺ അങ്ങോട്ടേക്ക് കയറി പോവുകയും ചെയ്തു മുറിയിലേക്ക്. ഈ സമയത്ത് വാസവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ശ്രീകാന്ത് പറഞ്ഞു ഇപ്പം വരുണിന് നല്ല മാറ്റം ഉണ്ടല്ലേ, പഴയ വരുണൊന്നും അല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വാസവൻ പറഞ്ഞു അതെ അതെ, നല്ല മാറ്റമുണ്ട്. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു ദീപ്തിയുടെ കൂടെ കൂടിയതിന് ശേഷമാണ് നല്ലൊരു കൂട്ടുകെട്ടല്ലേ വാസവന്റെ മോന് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു അതെ, വരുണിന്റെ കാര്യം ഞാൻ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛന് വലിയ എതിർപ്പും കാര്യങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സത്യമാണേ പറയണമെന്ന് ചോദിച്ചു. അതെ, എതിർപ്പും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അച്ഛൻ എന്താണ് ഗ്രീൻ സിഗ്നൽ കാണിക്കാൻ വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ വരുണിന്റെയും ദീപ്തിന്റെ വിവാഹം നടത്താന്നൊക്കെ വാസവനോട് പറയണം. പാവം വാസവന് അതൊക്കെ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ ഇവരുടെ ചതി അറിയത്തില്ലോ, ഇവരെന്താ ചെയ്യാൻ പോകുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് വാസവൻ്റെ ഒരു 5 ലക്ഷം രൂപ അങ്ങെടുത്ത് കൊടുക്കുകയാണ് ശ്രീകാന്ത്. 5 ലക്ഷം പിടിച്ചു, ബാക്കി പൈസ പിന്നെ തരാമെന്ന് പറയാണ്. കാര്യങ്ങളൊക്കെ അറിയാലോ, പിന്നെ വിക്രത്തിന്റെ കാര്യത്തിൽ എത്രയും പെടുന്ന ഒരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, അവനെ അങ്ങനെ നേരിട്ട് ചെന്ന് ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വാസവൻ പറഞ്ഞു അവൻ എൻ്റെ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയം ചന്ദ്രശേഖരൻ പറഞ്ഞു പിന്നെ ഉണ്ടല്ലോ, ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, അതിനുശേഷം വേണം നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വാസവൻ പറഞ്ഞു അല്ല, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, അകത്തേക്ക് വാ, അകത്തേക്ക് കയറുമെന്നുള്ള ചായ കുടിച്ചിട്ട് പോയാൽ മതി. അതൊന്നും വേണ്ട, ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ആവാലോ, അതിനി ഞങ്ങൾ സമയം കാലം നോക്കി വരുന്നുണ്ട്. അപ്പോൾ വരുണിന്റെ ദീപ്തിയുടെ കാര്യം ഓർത്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത് ശ്രീകാന്ത്. അതെല്ലാം കേട്ടിച്ചപ്പോൾ വാസവൻ പറഞ്ഞു എന്നാലും ഇവിടം വരെ വന്നിട്ട് ഒരു ചായ കുടിക്കാതെ പോകുന്ന എങ്ങനെയാ? അതൊന്നും സാരമില്ല വാസവ സാറേ, സാർ ആദ്യം ജയിക്കും. ഞാൻ ജയിക്കും, അത് ഉറപ്പുള്ള കാര്യമല്ലേ, അതിനുശേഷം നമുക്ക് വീണ്ടും കൂടാം. അങ്ങനെ അങ്ങോട്ട് പോകാൻ തിരിയുമ്പോഴത്തേനും വാസവൻ ഒന്ന് വിളിച്ചു വരെ. അപ്പോഴേക്കും ശ്രീകാന്ത് തിരിഞ്ഞു നിന്നു. എന്താ വാസവ സാറേ? അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അച്ഛൻ സമ്മതിച്ചെന്നല്ലേ പറഞ്ഞത്? സമ്മതിച്ചെന്ന് പറയാൻ പറ്റില്ല, എതിർപ്പൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇലക്ഷനിൽ വാസവ സാർ ജയിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ദീപ്തിയുടെ വരുണിന്റെ കല്യാണം നടത്താനായിട്ട് അച്ഛൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ ഒരു ഭയം വേണ്ട. അതുകൊണ്ടല്ല, ഒരു തവണ എന്നെ ഇവിടെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് പോയതാ ഈ പറയുന്ന ശങ്കരനാരായണൻ.
അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്നൊക്കെ. അതൊന്നും ഓർത്ത് പേടിക്കേണ്ടെന്നേ, അതൊക്കെ സമ്മതിക്കും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടാണ് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നത്. വാസവൻ ഇതെല്ലാം വിശ്വസിച്ചു. ചിലപ്പോൾ ശരിയായിരിക്കും, സമ്മതിക്കുമായിരിക്കും, കല്യാണം അധികം വൈകാതെ പെട്ടെന്ന് തന്നെ നടത്താം, ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ കല്യാണം നടത്താം എന്നൊരു ചിന്തയായിരുന്നു വാസവന്റെ മനസ്സിലും. പിന്നീട് വിക്രം കടപ്പുറത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ കടപ്പുറത്ത് വന്നിരിക്കുന്ന സമയത്ത് വിക്രത്തിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും ഇങ്ങനെ വരുന്നുണ്ട്. ഓരോന്നൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും വിക്രത്തിന്റെ മനസ്സിലേക്ക് വേദ കടന്നു വരുവാണ്. കാരണം വേദയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഓരോ നിമിഷം വിക്രത്തിന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രണ്ടുപേരും ഇങ്ങനെ കയ്യെ പിടിച്ച് ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് അസ്തമയം കാണാനായിട്ട് വേദയും കൊണ്ടൊരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് വേദയോട് വിക്രം ചോദിച്ചു, അല്ല മടുത്തോന്ന് ചോദിച്ചു. എവിടെ മടുക്കാനായിട്ട്, എനിക്കിങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം വിക്രം എന്ന് പറഞ്ഞു. പിന്നീട് അവർ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കണ സമയത്ത് വേദ ചോദിച്ചു, അല്ല വീടിൻ്റെ ഇത്ര അടുത്തല്ലേ ഈ കടത്തീരമൊക്കെ, എന്നിട്ട് വിക്രം ഇങ്ങനെ അസ്തമയമൊക്കെ കാണാൻ വരാറുണ്ടോ എന്ന് ചോദിച്ചു. എവിടെന്ന്, ഞാനങ്ങനെ വല്ലപ്പോഴും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. അല്ല ഈ അസ്തമയം കാണാൻ വന്നല്ലേ, ചില സമയത്ത് നമുക്ക് അങ്ങനെ മൊത്തം കാണാൻ പറ്റില്ല എന്ന് പറയണം. അതെന്താ? അതിങ്ങനെ അങ്ങോട്ട് മാഞ്ഞു പോകുന്നു പറയാം. മാഞ്ഞു പോകുന്നോ? അതെ, അത് കടലിൽ വന്ന് പോകും. ചില സമയത്ത് മേഘങ്ങൾ വന്ന് മൂടുമെന്ന് പറയണം. കാണാൻ വന്നിരുന്നാലും നമുക്ക് ചിലപ്പോൾ കാണാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അത് കൊള്ളാം, അത് ചിലപ്പോൾ ആ മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ അല്ലേന്ന് ചോദിച്ചു. എങ്ങനെ? ചിലരൊക്കെ ഉണ്ട് തരാതെ പോകുന്നവര്, പിടി തരാതെ പോകുന്നവർ. അതേന്നേ, എന്താ മനസ്സിലായില്ലേന്ന് ചോദിച്ചു. പിന്നീട് വേദ പറഞ്ഞു, പലപ്പോഴും അടുത്തുള്ള കാഴ്ചകളെ നമ്മൾ കാണാതെ പോകുന്ന അടുത്ത് നിൽക്കുന്നവരെന്ന് പറയണ. ഓ മനസ്സിലായി, നിന്നെ ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നല്ലേ നീ ഉദ്ദേശിക്കുന്നേ? എന്നെ അല്ല, പിന്നെയോ? അല്ല അച്ഛനെയാന്ന് പറയണ. അച്ഛനെയോ? അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വന്നിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അതെ, ഞാനാണ് അച്ഛനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന് മുന്നിൽ പിടികൊടുക്കാൻ നടക്കുന്ന ആള് ഞാനാന്ന് പറയണ. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എനിക്കറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ കണ്ടെത്തണമെന്ന് പറയണ. എന്ത് കാര്യങ്ങൾ? അതൊക്കെയുണ്ട്, അതൊക്കെ കണ്ടെത്തി കഴിയുവാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഇപ്പം ഈ അകന്ന് നടക്കുന്നതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടു, ഒടുവിൽ ആ സത്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തും, നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല വേദേ. പിന്നീട് വേദ പറഞ്ഞു, ഈ ഗുണ്ടയൊന്നും നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്ന് പറയണ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, എന്തിനാ വേദേ, അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ, അപ്പോഴല്ലേ പലതും ഞാൻ മനസ്സിലാക്കണേന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിയുമ്പോൾ വിക്രം പറഞ്ഞു, ഇതേ വേദ വേണ്ട കേട്ടോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് നല്ലൊരു ജീവിതം ഉള്ളതല്ലേ, പിന്നെ നീ എൻ്റെ കൂടെ കൂടിയിട്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ അന്വേഷിച്ചറിയാൻ ശ്രമിക്കുന്നത്, എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഒന്നുമല്ലേലും ഈ ഗുണ്ട എൻ്റെ ഭർത്താവായി പോയില്ലേ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേന്ന് ചോദിച്ചു. അത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലോ, എന്നാലും ശരിക്കും ഞാനേ ഈ തല്ലും വഴക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, വേണ്ട, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. നോക്കട്ടെ, ഇയാളെ ഒന്ന് നന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ, എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഈ ജീവിതം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്ന് ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് പോകാനൊന്നും പോകുന്നില്ല. എൻ്റെ ജീവിതം ഇനിയിപ്പോൾ നശിക്കാനൊന്നുമില്ല. എൻ്റെ കഴുത്തിൽ താലി ആർത്തിയ ആളല്ലേ വിക്രം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നൊക്കെ ഇങ്ങനെ വേദ പറയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ സന്തോഷമൊക്കെ തോന്നി. വിക്രം പെട്ടെന്ന് കണ്ണു തുറന്നിങ്ങനെ ചുറ്റും നോക്കുകയാണ്. അപ്പോഴാണ് വിക്രത്തിന് മനസ്സിലായത്, താനിരിക്കുന്ന കടൽ തീരത്താണ്, വേറെ തൻ്റെ കൂടെ ഇല്ല. പക്ഷെ എന്നാലും വിക്രത്തിന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇത്ര സമയം അവളോട് തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊരു ചിന്ത. എപ്പം നോക്കിയാലും ഇപ്പോൾ വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി. ശ്രീകാന്തും വർഷയും ദീപ്തി ആഹാരം കഴിക്കുകയാണ്. ആ സമയത്ത് പത്മ ആഹാരം വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കും ദീപ്തി വെച്ച്, അമ്മ ഇരിക്കണില്ലേ, അവളും കൂടെ വരട്ടെ, വേദയും കൂടെ വരട്ടെ എന്ന് പറയണം. വേദേച്ചി ചിലപ്പോൾ കോടതിയിലേക്ക് പോകാൻ റെഡിയായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, അതിനവൾ കോടതിയിൽ പോകുന്നുണ്ടോ? അതിനെന്താ, വേദേച്ചിക്ക് കോടതിയിൽ പോയാലോ? അല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ, നാട്ടുകാർ അതും ഇതൊക്കെ ചോദിക്കില്ലേ ഓരോന്ന്. ഓ, നാട്ടുകാരിപ്പോൾ എന്ത് ചോദിക്കാനായിട്ടാ? നാട്ടുകാരെ പേടിച്ചിട്ട് വേദേച്ചി വീട്ടിൽ കയറിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, അല്ലെങ്കിലും അവൾക്ക് ഈ ഇടയായിട്ട് ഇത്തിരി ഇത് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ.
എന്റെ വർഷേച്ചി ഇങ്ങനെ ചുമ്മാ വേദേച്ചി കുറ്റപ്പെടുത്താൻ വരേണ്ട കാര്യമൊന്നുമില്ല. അതിന് വേദേച്ചി ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല, ഉറപ്പായിട്ട് വിക്രം ചേട്ടൻ്റെ കൂടെ പോകുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, അത് നിനക്ക് എങ്ങനെ അറിയാം? പിന്നെ എനിക്കറിയാം, വേദേച്ചിക്ക് അങ്ങനെ അധിക ദിവസമൊന്നും മാറി നിൽക്കാനൊന്നും പറ്റില്ല. ഇത് ശ്രീകാന്തിന് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വർഷം പറഞ്ഞു, ഇവളിപ്പോൾ വേദയെ ന്യായീകരിച്ച് പറയാ. കാരണം ആ വരുണുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അത് വെച്ചിട്ടല്ലേടി നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചു. അത് കേട്ടതും ദീപ്തി പറഞ്ഞു, അതെ, ആ കാര്യം ഇതും കൂടെ തമ്മിൽ തലയേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും എൻ്റെ വരുണ ബന്ധത്തിന് വേദേച്ചിക്കും വിക്രമേട്ടൻ താല്പര്യമാണ്. അവരെ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പത്മ പറഞ്ഞു, അതെ, ഒന്ന് മിണ്ടാതിരുന്ന് കഴിക്കാവെന്നൊക്കെ ചോദിച്ചു. ആ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. വേദ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പത്മ പറഞ്ഞു, മോളിരിക്കുന്നു പറഞ്ഞു. വേണ്ടമ്മേ, ഇപ്പം തന്നെ കോടതി പോയാൽ ലേറ്റായി, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പഴമെങ്കിലും കഴിക്കുക. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചായ വെച്ചോണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ അവിടെ ഇരുന്നു. ഈ സമയത്ത് പത്മ അകത്തേക്ക് കയറിപ്പോയി. വേദ ഒരു പഴം എടുത്ത് കഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് ശ്രീകാന്ത് ഒന്ന് നോക്കി. ശ്രീകാന്ത് ചോദിച്ചു, അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. നിനക്ക് എന്താ വേദയെന്ന് ചോദിച്ചു. എന്ത്? അല്ല, നീ എന്തിനാ ആ ശ്രീനിവാസനെതിരെ തേരാട് ശ്രീധരൻ കൊണ്ടുവന്നൊരു കേസ് ഏറ്റെടുത്തേന്ന് ചോദിച്ചു. ഓ, അതാണോ കാര്യം? അയാളൊരു പക്ക ഫ്രോഡാണ്, അയാളുടെ കേസൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ചില ഫ്രോഡുകൾ അങ്ങനെ പറയും, തേരാട് ശ്രീധരൻ സാർ ഫ്രോഡാന്ന്, പക്ഷെ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, എന്താടി നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ ചില ഫ്രോഡൊന്നും മുന വെച്ച് പറഞ്ഞോലെ? അങ്ങനെയുള്ള ചിലർക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. എടി, നിന്റെ പോക്ക് അപകടത്തിലേക്കാണ്, നീ മനസ്സിലാക്കുന്നില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം. അപ്പോഴേക്കും വർഷ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ നിന്റെ ചേട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ ചേട്ടനൊരു ഫ്രോഡാന്നൊക്കെ അത് വർഷേച്ചിക്ക് തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലേ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. വർഷ ഓർത്തു, എന്ത് പറ്റി? ചേട്ടനും അനിയൻ തന്നെ തമ്മിലൊരു അനിയത്തി ചേട്ടനും തമ്മിലൊരു പ്രശ്നം, എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെയായിരുന്നു ദീപ്തിക്കും. ദീപ്തി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, എടി, നിനക്കറിയത്തില്ലാത്തോണ്ടാ ഈ പറയുന്ന ശ്രീനിവാസനെ. അയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാവോ? ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ. എന്താണെങ്കിലും ഞാൻ എൻ്റെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അങ്ങനെ തോറ്റു പിന്മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ചിലരെയൊക്കെ പേടിച്ചിട്ടായിരിക്കും മറ്റുള്ളവർ ജീവിക്കണേന്ന്. ഈ പറയുന്ന ശ്രീനിവാസനെ അതുപോലെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കളികളൊക്കെ അങ്ങനെയാ ശ്രീയേട്ടാ, ഞാൻ കളിക്കുന്ന കളികളൊക്കെ അങ്ങനെയാ. ഒരിക്കലും അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറാകത്തില്ല. ഇപ്പൊ കോടതിയിൽ ചെന്ന് വിസ്തരിക്കുന്ന സമയത്താണെങ്കിലും എതിർഭാഗം വക്കീല് 1-2 പോയിന്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇപ്പറയുള്ള വാദിഭാഗം ചിലപ്പോൾ തോറ്റു പിന്മാറുന്ന അയാൾക്കൊരു തോന്നലുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ തോന്നലുണ്ടാകുന്ന സമയത്ത് വേണം വാദിഭാഗം വക്കീല് കത്തി കയറാനായിട്ട്. ഒരു പോയിന്റിൽ അവരെ വീക്ഷിക്കണം. അതൊക്കെ ഒരു വക്കീലിനെ മിടുക്കാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാ ഞാനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, നീ എന്താടി ഇങ്ങനെയൊക്കെ പറയണേ? ശ്രീകണ്ഠന് മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? ഇനി ഞാൻ കൂടുതൽ വിസ്തരിച്ച് പറയണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പത്മ ചായ കൊണ്ടു കൊടുത്തു. ചായ കുടിക്കുകയാണ് വേദ. ആ സമയം ദീപ്തി പറഞ്ഞു, എന്താ വേദേച്ചി? വേദേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഇത് ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. എന്ത്? ഇപ്പൊ തന്നെ സമയം പോയി, എന്നാ ശരി. പെട്ടെന്ന് ചായ 2 സിപ്പ് കുടിച്ചിട്ട് വേദ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും വർഷ ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല ശ്രീയേട്ടാ, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു കാര്യമുണ്ട്. അവൾ പറഞ്ഞു കേട്ടില്ലേ അറ്റവും മൊഴിയില്ലാത്ത ശ്രീയേട്ടനോട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? അല്ല, നിങ്ങൾ തമ്മിലുള്ള സംസാരിച്ച് ഒരു വഴക്ക് പോലെ ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ദീപ്തി പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഞാൻ വേദേച്ചിയോടൊപ്പമല്ലേ വളർന്നേ. വേദേച്ചിയുടെ സ്വഭാവം ഏറെക്കുറെ എനിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് എനിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ശ്രീയേട്ടനും വേദേച്ചും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ വേണ്ട. എന്നാലും വേദേച്ചി അധിക ദിവസമൊന്നും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, വിക്രമേണ്ണൊപ്പം അങ്ങോട്ട് പോകുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പത്മ ചോദിച്ചു, ആന്താടി നീ അങ്ങനെ പറഞ്ഞ്? എനിക്കറിയാലോ എൻ്റെ വേദേച്ചിയുടെ സ്വഭാവം. ഇപ്പം ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണം കാണുമായിരിക്കും. പക്ഷെ വേദേച്ചി ഇവിടുന്ന് പോകുമെന്നൊക്കെ പറയണം. പിന്നീട് വേദ കോടതിയിലേക്ക് ചെല്ലുവാണ്. അന്നാണ് ശ്രീനിവാസന്റെ കേസൊണ്ണം വിളിക്കുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിക്രവും രാജേട്ടനൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വേദ അവരെ ഒന്ന് നോക്കി. ആ സമയത്ത് രാജേട്ടൻ പറഞ്ഞു, എടാ നീ അവളോടൊന്ന് പോയി സംസാരിക്കാൻ പറഞ്ഞു. എന്ത് സംസാരിക്കാനായിട്ട്? ഇനി വക്കീലിനോട് പോയി സംസാരിച്ചിട്ടുണ്ടേ പറയും, ഇത് വക്കീലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. തൽക്കാലത്തേക്ക് ഞാനവിടെ തന്നെ നിൽക്കാം. ശ്രീനി സാറിൻ്റെ കേസല്ലേ, പോരാത്തതിന് എന്നെയും കൂടെ വിസ്തരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ സാക്ഷിമൊഴി പറയാൻ ചെല്ലുന്ന സമയത്ത് അത് പ്രശ്നമാവും. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു.
ഇതേ സമയം പുളിക്കൻ കണ്ടു വേദ കയറി പോന്നെ. പുളിക്കൻ പെട്ടെന്ന് ശ്രീനിവാസനോട് ഒന്ന് കാര്യങ്ങൾ പറയാണ്. ശ്രീനിവാസന് വേദയുടെ പിന്നാലെ നിന്നു. വേദ എന്ന് വിളിക്കുവാണ്. ആ വിളിവെച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീനിവാസന്. വേദ ശ്രീനിവാസിന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.